സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് വിജിലൻസ് മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതെന്ന ആരോപണം പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതാവിവര റിപ്പോർട്ട്. തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളിൽ കെ.എം. മാണിക്ക് കടുത്ത തലവേദന സൃഷ്ടിക്കുന്നതും SP സുകേശന്റെ കണ്ടെത്തലുകൾ തന്നെയായിരിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകളെല്ലാം ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ വൈദികരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആ നിയമോപദേശം എന്ന സുകേശന്റെ വെളിപ്പെടുത്തൽ വീണ്ടും ഇവിടെ പ്രസക്തമാവുകയാണ്. മാണിയുടെ പാലയിലെ വീട്ടിന് മുന്നിൽ 2014 മാർച്ച് 22-ന് ബാറുടമകൾ പണവുമായി എത്തിയെങ്കിലും കൈമാറിയതിന് തെളിവില്ലെന്നായിരുന്നു അന്തിമ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ SP സുകേശൻ സമർപ്പിച്ച വസ്തുതാവിവര റിപ്പോർട്ടിൽ പറയുന്നത് കേൾക്കുക. 22-ാം തീയതി ബാറുടമകൾ തന്നെ കണ്ടിട്ടില്ലെന്ന് കെ.എം. മാണി മൊഴി നൽകിയിരിക്കുന്നു. പക്ഷേ ബാറുടമകൾ പറയുന്നത് മാണിയെ അന്നേ ദിവസം പാലയിൽ വെച്ച് കണ്ടുവെന്ന്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇവർ മാണിയുടെ വീട്ടിൽ എത്തിയെന്ന് വ്യക്തമാവുകയും ചെയ്തു. കൂടാതെ പണം പിരിച്ചതിനും പണവുമായി എത്തിയതിനും തെളിവുകളുണ്ട്. പിരിച്ച പണം ബാങ്ക് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കുമ്പോൾ മാണി 15 ലക്ഷം രൂപ വാങ്ങിയെന്ന് വ്യക്തം. ഔദ്യോഗിക വസതിയിൽ വെച്ച് പണം വാങ്ങിയെന്ന് തെളിയിക്കുന്ന എല്ലാ വാദങ്ങളും ശരിവെക്കുന്നതാണ് SP സുകേശൻ കണ്ടെത്തിയ തെളിവുകൾ. മാണിക്കെതിരെ 60% തെളിവുണ്ടെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞിരുന്നത്. പാലയിൽ വെച്ച് പണം വാങ്ങിയതിന്റെ എല്ലാ തെളിവുകളുണ്ടെന്നും സുകേശൻ പറയുന്നത് റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈ വെളിപ്പെടുത്തലിനെയും വാദങ്ങളെയുമെല്ലാം അട്ടിമറിച്ചായിരുന്നു ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. വസ്തുതാവിവര റിപ്പോർട്ട് പുറത്തു വന്നതോടെ മാണി കോഴ വാങ്ങിയില്ലെന്ന അന്തിമ റിപ്പോർട്ടിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. പരാതിക്കാരനായ VS-നും പ്രധാന സാക്ഷിയായ ബിജു രമേശിനും കോടതിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയുന്നതും ഈ റിപ്പോർട്ട് തന്നെയാകും. അന്തിമ റിപ്പോർട്ടിൽ ആശ്വാസം കാണുന്ന മാണി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും SP സുകേശന്റെ വസ്തുതാവിവര റിപ്പോർട്ട് തന്നെ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.